പോലീസ് നടപടികളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞുകൊണ്ടെത്തുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിണറായി കൂടി അംഗമായ സർക്കാരാണ് ശിവഗിരി ജുഡീഷ്യൽ റിപ്പോർട്ട് അംഗീകരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പഴയ ആയുധമെടുത്ത് ഉപയോഗിക്കുന്നത് ശരിയല്ല. പഴയ വെടിവെപ്പിനെ കുറിച്ച് തിരക്കിപ്പോയാൽ പലതും പറയാനുണ്ടെന്നും തിരുവഞ്ചൂർ അടിവരയിടുകയാണ്. പുതിയതായി ഇവർക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് പഴയ കാര്യങ്ങൾക്ക് പുതിയ ജീവൻ നൽകാൻ മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അവസാനം പ്രസംഗിക്കുന്നതിലാണ് പ്രതിപക്ഷത്തിന് സഭയിൽ ഇടപെടാൻ കഴിയാതെന്നും തിരുവഞ്ചൂർ പറയുകയാണ്. അതിനിടെ മുത്തങ്ങയിലെ പോലീസ് നടപടി UDF തീരുമാനപ്രകാരം തന്നെയാണെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നത്. സായുധ കലാപം തടയാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ കാലത്തെ വിഷയമായതിനാണ് ആന്റണി പ്രതികരിച്ചതെന്ന് മുരളീധരൻ പറയുകയാണ്. അതേസമയം AK ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ ഉണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നായിരുന്നു ആന്റണിയുടെ ആവശ്യം. ശിവഗിരിയിൽ പോലീസ് അതിക്രമം നടന്നിട്ടില്ല. അക്രമാസക്തമായ ജനക്കൂട്ടമാണ് ലാത്തി ചാർജിന് കാരണം. ഒന്നോ രണ്ടോ പോലീസുകാരുടെ പെരുമാറ്റം സേനയുടേതായി മാത്രം കാണാൻ കഴിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ AK ആന്റണി തന്നെ മറുപടി നൽകിയത് നേട്ടം എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെയും വിലയിരുത്തൽ. എന്നാൽ പ്രതിപക്ഷ മറുപടി ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആന്റണിക്ക് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് എന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. മുഖ്യമന്ത്രി ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർ വാമൂടിയിരിക്കുകയായിരുന്നു. തിരുവഞ്ചൂരിന്റെ ആ പ്രതികരണങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ചർച്ച അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണരക്ഷം വ്യാഖ്യാനമാണ്. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഭരണസമയത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ശിവഗിരി മുത്തങ്ങ പോലുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന് തന്നെ നേരിട്ട് വിവരിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രതിപക്ഷം വേണ്ട രീതിയിൽ മുഖ്യമന്ത്രിയുടെ പറഞ്ഞ കാര്യങ്ങളെ പ്രതിരോധിക്കാത്തതുകൊണ്ടാണ് AK ആന്റണിക്ക് വരേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ ഇത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്. കാരണം ഇതിനൊക്കെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതാണ്. ശ്രീ പിണറായി വിജയൻ കൂടി അംഗമായിട്ടുള്ള ക്യാബിനറ്റ് നായനാറിലെ ഗവൺമെൻറ്റാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചത്. ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം അതിന് വിരുദ്ധമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തേ പറ്റി എന്നുള്ളതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെ തുടർന്നുള്ള ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് ഗവൺമെൻറ് അപ്പാടെ അംഗീകരിച്ചു. അത് നിയമസഭയുടെ മുമ്പിൽ വെക്കുകയും ചെയ്തു. അത് നിയമസഭയ്ക്ക് മുമ്പിൽ അതെല്ലാം കൃത്യമായിട്ടുണ്ട്. ഇങ്ങനെയൊരു പ്രോസസ്സ് പൂർത്തിയാക്കി അവസാനം വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് 7-8 മാസം മുമ്പ് ഈ പഴയ ആയുധമെടുത്ത് തേച്ചു മിനുക്കി പറയാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിന് ചേർന്നതാണോ എന്ന് അദ്ദേഹം ആലോചിച്ചാൽ മതി. അദ്ദേഹം കൂടിയുള്ള ക്യാബിനറ്റ് അംഗീകരിച്ചത്. ആ ക്യാബിനറ്റ് അംഗീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണ്. അദ്ദേഹം കൊടുത്ത അംഗീകാരത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുകയാണ്. അതാണ് വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോഴും അക്കാര്യം പ്രതിപക്ഷത്തുനിന്ന് സഭയിൽ ചൂണ്ടിക്കാണിക്കാത്തതുകൊണ്ടല്ലേ AK ആന്റണി എന്ന 85 വയസ്സ് കഴിഞ്ഞ മനുഷ്യന് വന്നിട്ട് പ്രതിരോധം തീർക്കേണ്ടി വരും? അല്ല, ഇതിനകത്ത് AK ആന്റണി 2ാം സ്റ്റേജിലേ വരുന്നുള്ളൂ. ആദ്യം ഇത് പറഞ്ഞതാരാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണ്? അദ്ദേഹത്തിന് മുമ്പിൽ കാര്യമായി ഒരു ഡോക്യുമെൻറ്റും ഇല്ല. ഒരു വൈൽഡ് അലിഗേഷൻ ഒരു മുഖ്യമന്ത്രി പറയുന്നു എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? താഴെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നിലയിൽ അത് പോകട്ടെ എന്ന് നമുക്ക് വെക്കാം. പക്ഷേ ഒരു മുഖ്യമന്ത്രി പറയുന്നത് എവിടെയാണ്? കേരള നിയമസഭയുടെ മധ്യത്തിൽ നിന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സ്ഥലത്തിരുന്ന് അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് പറയാൻ പറ്റുമോ? അങ്ങനെ പഴയ വെടിവെപ്പിനെക്കുറിച്ച് തിരക്കിപ്പോയാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. വിമോചന സമരകാലത്ത് നടന്ന വെടിവെപ്പുകളും എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഈ തിരുവനന്തപുരം കടപ്പുറത്ത് നടന്ന വെടിവെപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. പാപ്പാമളെ കൊന്ന വെടിവെപ്പ് നമുക്കറിയാമല്ലോ. അന്ന് മുഖ്യമന്ത്രിയായി പോയ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ആക്ഷേപം പറയുന്നുണ്ടോ? ആ സാഹചര്യങ്ങൾ പോയി അരമുക്കാ നൂറ്റാണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷവും ഈ പഴയത് തപ്പിപ്പിടിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ട് ഇവർക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. ഒരക്ഷരം പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാം തീർന്ന് കെട്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ പൊടിയടിച്ച് കിടക്കുന്ന പഴയ ചില കാര്യങ്ങൾക്ക് പുതിയ ജീവൻ കൊടുക്കാൻ മുഖ്യമന്ത്രി നിയമസഭയുടെ തലം വിനിയോഗിച്ചത് തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് പ്രതിരോധിക്കേണ്ട കാര്യം റെക്കോർഡല്ലേ അവിടെ നിൽക്കുന്നത്.
പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് വളരെ ശക്തിയായി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം മറ്റാളുകൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ പ്രസംഗത്തിൻ്റെയും അവസാനമല്ലേ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ ഇൻ്റർഫിയർ ചെയ്യാനുള്ള അധികാരമുള്ള, അവകാശമുള്ള, പ്രിവിലേജുള്ള പ്രതിപക്ഷ നേതാവ് അതിനെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എതിർത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല, എതിർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രസംഗിച്ച അവസാനമാണ്. ആ പ്രസംഗത്തിനിടയിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവിലൂടെ പുറത്തു വന്നു. അതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞു. എൻ്റെ പോയിൻ്റ്, ഇതുപോലെ പഴകി തുരുമ്പിച്ച ഒരു സാധനം, പൊടി കെട്ടി ഇരിക്കുന്ന ഒരു ഫയൽ, അതിന് തീർപ്പ് കൽപ്പിച്ച ഒരു റെക്കോർഡ്, അതെന്തിനാണ് മുഖ്യമന്ത്രി എടുത്തത്? അപ്പോൾ ഒരു തീരുമാനം ഫൈനാലിറ്റി ഇല്ലല്ലോ. ഏത് ഡിസിഷൻ്റെ ഗവൺമെൻറ് പ്രോസസ്സ് അനുസരിച്ച് ഒരു ഫൈനാലിറ്റി വരണ്ടേ? ഇതൊരു ഫൈനാലിറ്റി വന്ന കേസാണല്ലോ. പിന്നെ എന്തിനാണ് ഇത് കുത്തിപ്പൊക്കിയത്? ആരെ ഉന്നം വെച്ചാണ് ഇത് കുത്തിപ്പൊക്കിയത്? അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശത്തെയാണ് കേരള ജനത ചോദ്യം ചെയ്യുന്നത്.